നമസ്കാരം. മറ്റൊരു സന്ദേശത്തിലേക്ക് ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ഭഗവാൻ തന്നെ നൽകുന്ന ആ പ്രധാനപ്പെട്ട സന്ദേശം അത് എന്താണ് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ പല വ്യക്തികളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുവാൻ അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുവാൻ സാധിക്കുന്നതായ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിലേക്ക് അതൊരു സ്ത്രീയുടെ സാന്നിധ്യം തന്നെയാകാം. അത്തരത്തിൽ ഒരു വ്യക്തി കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് അതൊരു പക്ഷേ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്ന, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു പങ്കാളിയുടെ രൂപത്തിലാകാം ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായി പോകുന്നത്. എന്നാൽ അവരുടെ വരവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടമായ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകാവുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു പോകുന്ന സാഹചര്യത്തിൽ നിന്നും പല മാറ്റങ്ങൾ സംഭവിക്കുകയും അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റത്തിലൂടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത് ജീവിതവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒരു താല്പര്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അവരുടെ സാന്നിധ്യം നെഗറ്റീവായ ഊർജങ്ങളിൽ വളരെയധികം പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നെഗറ്റീവായ ഊർജം നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതായ സാഹചര്യത്തിൽ നിന്നും ഒരു വ്യക്തമായ മാറ്റം സംഭവിക്കുകയാണ്. വളരെയധികം പോസിറ്റീവായ എനർജി, പോസിറ്റീവായ ഊർജം കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്നേഹം, ദയ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് നല്ലതായിരിക്കും എന്നുള്ളതാണ്. ശുദ്ധമായ മനസ്സിൻ്റെ ഉടമയായ ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ വരവോടെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തിയിൽ പോലും അത് പ്രതിഫലിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. നിങ്ങൾക്ക് പലരിൽ നിന്നും ലഭിക്കാത്തതായ പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം ഇവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും നിങ്ങളെ അലട്ടുന്നതായ പ്രശ്നങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് കൃത്യമായ ഉപദേശങ്ങളോ പിന്തുണയ്ക്കുവാനോ ആരുമില്ല, അല്ലെങ്കിൽ പലരും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഈ വ്യക്തികളിൽ നിന്നും ലഭിക്കുന്നതായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളാണ് എങ്കിലും അത് നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അത് കൂടുതൽ ഗുണകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളതായ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷമതകൾക്കും ഒരു പരിഹാരം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരം വേദനകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തി നിങ്ങൾക്ക് പല കാരണങ്ങളുമായി ബന്ധപ്പെട്ട് പിന്തുണ നൽകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ വളരെയധികം മാനസിക പ്രയാസങ്ങളോ ദുരിതപൂർണമായ അവസ്ഥയോ നിങ്ങൾക്കുണ്ട്. കാരണം പല വിഷമകരമായ സാഹചര്യങ്ങളും
നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കും ചില പങ്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രയാസങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങളെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ഇവർ വന്നു ചേരുക. എന്നാൽ പലപ്പോഴും അത്തരം കള്ളങ്ങൾ അല്ലെങ്കിൽ വിഷമകരമായ കാര്യങ്ങൾ ഉണ്ട് എന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഇവർ മൂലം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇവർ മൂലം ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അവർ മൂലം നിങ്ങളുടെ സ്വീകാര്യതയ്ക്ക് കോട്ടം സംഭവിക്കുകയോ മാനസികമായി നിങ്ങൾക്ക് വളരെയധികം വിഷമതകളിലേക്ക് തള്ളിയിട്ടിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാകാം. ഇത്തരം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുറച്ച് നാളുകളോ ദിവസങ്ങളോ മാസങ്ങളോ ആയി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രയാസപ്പെട്ട് ഇരിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ എന്നതാണ് വാസ്തവം. നിങ്ങൾ ഒരിക്കലും അപ്രകാരം ഇരിക്കേണ്ട വ്യക്തികളല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളോട് പറയുന്നത് ഇപ്രകാരം ഇരിക്കാതെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരമൊരു പരീക്ഷണമായോ ജീവിതത്തിൽ നിങ്ങൾ കാണേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ ഒരു തെറ്റ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്പോഴും വേട്ടയാടി പിന്തുടരുന്ന സാഹചര്യം പോലുമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഏതൊരു വ്യക്തിയാണ് എങ്കിലും ആ വ്യക്തിയുടെ കർമ്മഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം ചെയ്യുന്നതായ കർമ്മഫലം അത് നമ്മുടെ ജീവിതത്തിൽ നല്ലതോ മോശമോ ആയ ഫലങ്ങൾ നൽകും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം അത് നിങ്ങൾക്ക് മുൻജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാൽ കടന്നു വന്നിരിക്കുന്ന വിഷമതകളാകാം. എന്നാൽ ഈ ജന്മത്തിൽ നിങ്ങൾ നല്ലത് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. എന്നാൽ മുൻജന്മത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങൾ അത് ഈ ജന്മത്തിൽ നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതൊരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ ഒരിക്കലും അവസാനമില്ലാത്തതല്ല. അതിനൊരു അവസാനം ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ പ്രാർത്ഥന മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ മുൻപിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, മനസ്സിനെ പല വിധത്തിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ അതിലൊന്നും വീണു പോകാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരികെ വരുന്നതായ ഒരു സാഹചര്യം രൂപപ്പെടാം. അത് വളരെയധികം സന്തോഷങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലഭിക്കില്ല എന്ന് വിചാരിച്ച സമാധാനവുമാകാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലവുമായി ബന്ധപ്പെട്ടാണ് എന്നും അതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ വേദനകൾക്കും ഒരു പരിഹാരം, ഒരു പരിധിവരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾ തീർച്ചയായും വളരെയധികം പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്.
തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം കണ്ടെത്തുവാനും അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യം ചിലർ നൽകുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതോ അപ്രതീക്ഷിതമായതോ ആയ ചില സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജി, പോസിറ്റീവായ എനർജി കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ നല്ല കർമ്മങ്ങൾ ഈ സമയം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായി നിങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായും കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും വളരെ ഉത്സാഹത്തോടെ തന്നെ പ്രവർത്തിക്കേണ്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കൂടാതെ ക്ഷമ, പക്വത എന്നിവ നിങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരികയും ഏത് കാര്യം നിങ്ങൾക്ക് മുൻപിൽ വന്നാലും അത്തരം കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഷമം കൂടാതെ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ കൂടാതെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഏതൊരു കാര്യവും കൃത്യമായി പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമായ സമീപനം എല്ലാ കാര്യങ്ങളിലും പുലർത്തുന്നു എന്നത് നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് ഒരു വ്യക്തത കൈവരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും മടി ഉണ്ടാകാൻ പാടുള്ളതല്ല. ആലസ്യം തീർച്ചയായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നത് പോലും നിങ്ങളുടെ വളർച്ചയ്ക്ക് പ്രയോജനകരമായി തീരുന്നു എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നത്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു. അത്തരമൊരു എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതായിട്ടില്ല. ഏത് കാര്യവും കൃത്യതയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ഭയപ്പെടുന്ന സാഹചര്യമോ ഭയപ്പെട്ട് പിന്നോക്കം പോകുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത്തരം വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഏതൊരു കാര്യവും എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഏത് കാര്യത്തിലും ധൈര്യം നിങ്ങൾക്ക് അനിവാര്യമാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഫലം ലഭിക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം. വളരെയധികം പ്രാധാന്യം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് വളരെ ഉത്തമമാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ട് എങ്കിൽ അവർക്ക് എന്താണോ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുക, നിങ്ങൾക്ക് എന്ത് സഹായമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പോലും അവരെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ നൽകി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങളിലേക്ക് ഈ സമയം പലവിധ അവസരങ്ങൾ കടന്ന് വരുന്നുണ്ട്. ആ അവസരങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ വന്നു ചേർന്നിരിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അസുലഭ മുഹൂർത്തമായി തന്നെ നിങ്ങൾ എടുക്കണം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ
ഇപ്പോൾ നിലനിൽക്കുന്ന ഏതൊരു കാര്യത്തെയും അത് പ്രതിസന്ധിയാണ് എങ്കിലും അല്ലെങ്കിൽ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് എങ്കിലും അത് പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊരു പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലെയും നിങ്ങൾക്ക് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക വ്യഥകളെ പ്രയാസങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വ്യക്തികളായി തീരും. പലർക്കും അത് അസൂയ ഉളവാക്കും എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ തീരുമാനമായി തന്നെ അത് പരാമർശിക്കുവാൻ സാധിക്കും. അത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനെയാണ് എങ്കിലും, സാക്ഷാൽ പരമശിവനെയാണ് എങ്കിലും, കാളിദേവിയെയാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആ ശക്തി നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ഊർജത്തോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ സമയം നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കുകയും ശുഭപ്രതീക്ഷകളോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും പരീക്ഷണങ്ങളായി ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ശക്തിയെ അവിശ്വസിക്കുന്നതായ സാഹചര്യമുണ്ടായി എന്ന് വരാം. ഒരിക്കലും അത്തരത്തിൽ സംഭവിക്കാനോ ചിന്തിക്കാനോ പാടുള്ളതല്ല. ഏത് സാഹചര്യമാണ് എങ്കിലും നാം വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അത് മാറ്റത്തിൻ്റെ, ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാകുന്നതിൻ്റെയോ ചില തിരിച്ചറിവുകളിലൂടെ മുന്നോട്ട് പോകുന്നതായ സാഹചര്യവും രൂപപ്പെടാവുന്നതാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വന്ദിക്കൂ.